ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എനിക്ക് വളരെയധികം സങ്കടം തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം തോന്നി. വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും രേണുസുധിയെക്കുറിച്ച് അറിയാം. അവർക്കെതിരെയുള്ള വിമർശനങ്ങൾ, ഓരോരോ പ്രസ്താവനകൾ എല്ലാം നമുക്കറിയാം. എനിക്ക് ഒരൊറ്റ ചോദ്യം മാത്രമേ നമ്മുടെ വ്ളോഗേഴ്സിനോട് യൂട്യൂബർമാരോടൊക്കെ ചോദിക്കാനുള്ളൂ. ഇനിയും ഈ രേണുസുധി ഒരു കണ്ടന്റ് ആക്കേണ്ട കാര്യമുണ്ടോ? കുറേയധികം വ്ളോഗേഴ്സ് സദാചാര പോലീസും ജഡ്ജിയും അവരാണ് കോടതി, അവരാണ് പോലീസ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് രേണുസുധിയെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിലാണ് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ നമ്മളിങ്ങനെ മണിക്കൂറുകൾ കൂടുമ്പം ഇങ്ങനെ രേണുസുധിയെ കണ്ടന്റാക്കി കാശുണ്ടാക്കാൻ ശ്രമിക്കുമോ? ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് വ്യൂസ് കൂടാനും അല്ലെങ്കിൽ ലൈക്ക് കൂടാനും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും വേണ്ടിയിട്ടല്ലേ? അവരും ഒരു മനുഷ്യ സ്ത്രീയല്ലേ? ഈ ക്യാൻസർ എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെടാനും അല്ലെങ്കിൽ ക്യാൻസർ വീണ്ടും ഉണ്ടോ എന്ന് തെളിയിക്കപ്പെടാനുമുള്ള ഒരു അസുഖമല്ല. നമ്മുടെ കേരളത്തിലെ ഡോക്ടർമാരൊക്കെ പൊട്ടന്മാരാണോ? നമുക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ രേണുസുധി ഇഷ്ടമല്ലായിരുന്നു. അവർ ഒരു വിധവ എന്ന ലേബലിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളോട് എനിക്കും എതിർപ്പ് തന്നെയായിരുന്നു. കാരണം ഒരുപാട് ഭർത്താവില്ലാത്തവർ മക്കളെ എത്ര കഷ്ടപ്പെട്ടാണ്, എത്ര ബുദ്ധിമുട്ടിയാണ് നോക്കുന്നത്. അതൊക്കെ നോക്കുമ്പോൾ രേണുസുധിയോട് എനിക്ക് കടുത്ത എതിർപ്പും വിമർശനവും ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു രോഗാവസ്ഥയിൽ എനിക്കത് തോന്നുന്നില്ല. കാരണം അവർ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് ആ സ്ത്രീ കടന്നു പോകുന്നത്. ലോകത്തിൽ ആർക്കും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ കൂടെയാണ്. ഇപ്പൊ 2 കീമോ കഴിഞ്ഞെന്ന് പറയുന്നു. അപ്പം അതുമൂലം അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള വിഷമങ്ങൾ വളരെയധികം കൂടുതലാണ്. അതുപോലും മനസ്സിലാകാതെ നമ്മൾ ഈ പ്രബുദ്ധരായ മലയാളികൾ അവരെ ക്രൂശിക്കുന്നത് കാണുമ്പോൾ വളരെയധികം വളരെയധികം സങ്കടം തോന്നുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ മനുഷ്യത്വം മരവിച്ച് ഒരു സ്ത്രീയെ, ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ബ്ലോഗർമാരെ, ഓരോ യൂട്യൂബർമാരെ ഓരോരോ കണ്ടന്റ് രേണുസുധിയെ കുറിച്ച് ഉണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് പോകുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അങ്ങ് അലക്കുകയാണ്. ഇതിന്റെ പുറകെ വാലെ പിടിച്ച് ഓരോരുത്തർ. കാരണം ഇത് ചെയ്യുന്ന വ്ളോഗർമാർക്ക് റീച്ച് കൂടുന്നു, അവരുടെ വ്യൂസ് കൂടുന്നു, അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, ലൈക്ക് കൂടുന്നു. ഇതുമൂലം അവർ കാശുണ്ടാകുന്നു. മറുവശത്ത് ഒരു പാവ സ്ത്രീ ക്രൂശിക്കപ്പെടുകയാണ്. നമുക്കൊരു മനുഷ്യനെ നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വിമർശിക്കാം, നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ അത് ഈ രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയോടായിരിക്കരുത്. അവര് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്തൊക്കെയോ പറയെടുക്കുക. പക്ഷെ നമ്മൾ അതിനെ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ വിടുക. നമ്മുടെ വീട്ടിലാണ് ആർക്കെങ്കിലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമോ? മിനിറ്റിന് നമ്മൾ കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർക്ക് ആറാടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വിട്ടുകൊടുക്കുവോ? അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ? ഇപ്പൊ കഴിഞ്ഞ കുറേ വ്ളോഗർമാരെടുത്ത് പറയുന്ന കേട്ടോ, അവർ 2 ലക്ഷം രൂപയുടെ ഒരു ബില്ല് കാണിച്ചിരുന്നു. അപ്പം അത് എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. അതിനെക്കുറിച്ച് ഞാനും വിമർശിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ സഹോദരി വന്ന് പറയുന്നുണ്ട് അത് ക്യാൻസറിൻ്റെ ഇന്ന ഒരു വെറൈറ്റി സ്റ്റേജ് ആണ്, അപ്പോൾ ആ മെഡിസിനൊക്കെ ഇത്ര രൂപയാകും എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നു. എന്നിട്ട് അതുപോലും മനസ്സിലാകാതെ അതിൻ്റെ വാലെ പിടിച്ച അടുത്ത വ്ളോഗേഴ്സ് അത് സത്യമാണോ അല്ലെങ്കിൽ അത് തെളിയിക്കണം, ഇതിൻ്റെയൊക്കെ എന്താവശ്യമാണുള്ളത്? കുറേയധികം വ്ളോഗേഴ്സ് കുറേ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി നടക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. ക്യാൻസർ സത്യമാണോ അല്ലയോ എന്ന് സാധൂകരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവര് എന്താ പറയാ, രേണുസുധി അതിരൂക്ഷമായി വിമർശിച്ച്, അവർക്കറിയാം രേണുസുധി എന്നൊരു വിഷയം ഇതിലെടുത്തിട്ടാൽ മാത്രമേ അവർക്ക് റീച്ച് കിട്ടത്തുള്ളൂ, വ്യൂസ് കിട്ടത്തുള്ളൂ, ലൈക്ക് കിട്ടത്തുള്ളൂ എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ആ സ്ത്രീയെ ക്രൂശീകരിക്കാവോ ആ രീതിയിലെല്ലാം ക്രൂശീകരിക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ കുറിച്ച് നമ്മൾ പശ്ചാത്തപിക്കത്തില്ലേ? നമുക്കൊരു പശ്ചാത്താപം ഉണ്ടാകത്തില്ലേ? അവർ എന്തുമാത്രം വേദനയോടായിരിക്കും ഈ ഒരു സമയത്ത് കടന്നു പോവുക. ഈ ക്യാൻസർ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോൾ 4th സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയധികം അവർക്ക് ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ട സമയമാണ്.
കാരണം അവർ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ആ ഒരിടയ്ക്ക് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന ഒരു അറിയാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു സമയം നമ്മളവരെ ചേർത്ത് പിടിക്കണം, കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അവരുടെ പഴയ നിലപാടുകൾ വെച്ച് അല്ലെങ്കിൽ അവരുടെ പഴയ കാട്ടിക്കൂട്ടലുകൾ വെച്ച് ഈ സമയത്ത് നമ്മൾ അവരെ ക്രൂശീകരിക്കരുത്. കാരണം നാളെ നമുക്കിത് തിരുത്തി പറയാനുള്ള ഒരു അവസരം ഉണ്ടായി എന്ന് വരത്തില്ല. അതുകൊണ്ട് എനിക്കറിയില്ല, എല്ലാ വ്ളോഗേഴ്സും എല്ലാ യൂട്യൂബർമാരും ഇപ്പം രേണുസുധിയുടെ പുറകെയാണ്. കാരണം രേണുസുധി ഒരു കണ്ടന്റ് ആക്കിയാലേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ, വ്യൂസ് കൂടുകയുള്ളൂ, ലൈക്ക് കൂടുകയുള്ളൂ. പക്ഷെ ഇതൊക്കെ കാണുന്ന അവരുടെ ഫാമിലി, അവർക്കൊക്കെ ഉണ്ടാകുന്ന വിഷമം എന്തുമാത്രമായിരിക്കും. നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ആണ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എടുത്തിട്ട് അലക്കുവോ? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? നമ്മൾ എന്തിനാണ് സദാചാര പോലീസും എന്താ പറയുക കോടതിയും ജഡ്ജിയൊക്കെ ആകുന്നത്? എനിക്കറിയില്ല, ഒരു സ്ത്രീയെ കൊല്ലാക്കൊല ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക.